ദായിൽ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, പൂഴിങ്കുന്ന്, ആലത്തിയൂർ. നമസ്കാരം, വെട്ട ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾഡ് തിരൂർ. കാർഷിക മേഖലയിൽ കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ നൽകാതെയും വ്യാവസായിക മേഖലയിൽ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ പിന്തുണ നൽകാതെയും ഇരുമേഖലകളെയും സർക്കാർ പ്രതിസന്ധിയിലാക്കുകയാണെന്ന് നിയമസഭയിൽ കുറുക്കോളി മൊയ്തീൻ MLA പറഞ്ഞു. 2025-26 സാമ്പത്തിക വർഷത്തെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക വിളകളുടെ സംഭരണം കൃത്യമായ രീതിയിൽ സംസ്ഥാനത്ത് നടക്കുന്നില്ല. പരിമിതമായിട്ടെങ്കിലും സംഭരിക്കുന്ന കാർഷിക വിളകൾക്ക് നിശ്ചയിക്കപ്പെട്ട വിലയുടെ സംസ്ഥാന വിഹിതം കൃഷിക്കാർക്ക് നൽകുന്നുമില്ല. കേന്ദ്രവിഹിതം മാത്രം നൽകി പോകുന്ന സ്ഥിതിവിശേഷമാണ് ഇവിടെയുള്ളത്. കാലാവസ്ഥ, വിള ഇൻഷുറൻസ്, വിളകൾക്ക് കേന്ദ്രം വർദ്ധിപ്പിച്ച തുക തുടങ്ങിയ കർഷകർക്ക് നൽകുന്നില്ല എന്ന് മാത്രമല്ല, വില വെട്ടിക്കുറയ്ക്കുകയും ചെയ്യുകയാണ് സംസ്ഥാന സർക്കാർ. നെൽവയൽ നികത്തുന്ന ഇനത്തിൽ സർക്കാർ ഫീസായി 1606 കോടിയിലധികം രൂപ സമാഹരിച്ചുവെന്നും MLA പറഞ്ഞു. സർ, ഈ സർക്കാർ വന്ന് 9 വർഷത്തിന് ഉള്ളിൽ 1 വർഷം മാത്രമാണ് നാളികേര സംഭരണം നമ്മുടെ നാട്ടിൽ നടന്നത്. 2023 ഒക്ടോബറിന് ശേഷം നാളികേരത്തിൻ്റെ സംഭരണം കേരളത്തിൽ നടന്നിട്ടില്ല. പരിമിതമായ സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് മറ്റൊരു വസ്തുത. എന്നാൽ അതിനു മുമ്പ് സംഭരിച്ച നാളികേരത്തിൻ്റെ സംസ്ഥാന വിഹിതം ഈ 17 മാസമായി നൽകിയിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. കേന്ദ്രവിഹിതം കൊടുത്തിട്ടുണ്ട്, ഇത് കൊടുത്തിട്ടില്ല. സർ, കേന്ദ്രം തന്ന പല ഫണ്ടും കർഷകർക്ക് ലഭിക്കാതെ പോകുന്നുണ്ട്. ഇപ്പൊ ഇവിടെ കേന്ദ്രം കാലാവസ്ഥാ വിള ഇൻഷുറൻസ് കൊടുത്തു. എത്രയോ കാലമായി അത് കർഷകർക്ക് കൊടുക്കുന്നില്ല, കൊടുക്കാതെ മുടങ്ങി കൊടുക്കുന്നു. കേന്ദ്രം നെല്ലിന് 3 വർഷമായി വില കൂട്ടി. ഇക്കഴിഞ്ഞ വർഷം 24-ൽ 1 രൂപ 47 പൈസ കൂട്ടി, 23-ൽ 1 രൂപ കൂട്ടി, 22-ൽ 40 പൈസ കൂട്ടി. ഈ പണമൊന്നും കർഷകർക്ക് കൊടുത്തില്ല. എന്നാൽ 21-ൽ ചരിത്രത്തിലാദ്യമായി കേരള സംസ്ഥാന ബജറ്റിലൂടെ 40 പൈസ കർഷകന്റെ വിഹിതത്തിൽ നിന്ന് കുറച്ചു. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം അനുസരിച്ച് കാർഷിക അഭിവൃദ്ധി ഫണ്ടിലേക്ക് നിക്ഷേപിക്കേണ്ട ഈ തുക അത് ചെയ്യാതെ സർക്കാർ മറ്റു കാര്യങ്ങൾക്ക് ചിലവഴിക്കുകയാണ്. വ്യാവസായിക മേഖലകളിൽ ജനാധിപത്യ ദംശനമാണ് ഇവിടെ നടക്കുന്നത്. സഹകരണ സ്പിന്നിംഗ് മില്ലുകളിൽ വർഷങ്ങളായി ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല. ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളുടെ സഹകരണ സംഘങ്ങളുടെ ഭരണസമിതിയിൽ ജനാധിപത്യ രീതിയിൽ ചെയർമാനെ തെരഞ്ഞെടുക്കാനുള്ള അവസരം നിഷേധിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥ ഭരണം മാത്രം മതിയെന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കേരളത്തിലെ മറ്റെല്ലാ സ്ഥാപനങ്ങൾക്കും സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് നികത്താൻ തുക അനുവദിച്ചെങ്കിലും തിരൂർ നിയോജക മണ്ഡലത്തിലെ മാൽക്കോടെക്സിനെ മാത്രം ഒഴിവാക്കിയത് നീതീകരിക്കാനാകില്ല, MLA പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് വെട്ടം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.